മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ തോറ്റു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ തോറ്റുപോയത്. മാതാവ് തന്നൊരു അനുഗ്രഹമാണിതെന്ന് ഞാൻ ആ ഒരു നിമിഷം ഓർത്തില്ല. കാരണം എനിക്ക് ഒരിക്കലും അത് എഴുതിയെടുക്കാൻ സാധിക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞിട്ട് പോലും 2 എണ്ണം കിട്ടിയതിൻ്റെ ആ ഒരു ഓവർ കോൺഫിഡൻസിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി കരഞ്ഞ് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ 4ാമത്തെ വട്ടം എക്സാം എഴുതാനായിട്ട് ഞാൻ ഡേറ്റ് എടുത്തപ്പോഴേ എനിക്ക് പേടിയാണ് എക്സാം എഴുതാൻ പോകാനായിട്ട്. ഞാൻ ചെന്നു, എനിക്കറിയില്ല, എക്സാം ഹാളിൽ കയറിയിട്ട് എനിക്കൊന്നും അറിയില്ല. ഞാൻ കരഞ്ഞോണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചു ഞാൻ തോറ്റു പോകും. കാരണം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, എന്റെ പേപ്പറിൽ ഒന്നുമില്ല. നോക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും എന്നെ ജയിപ്പിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വാസമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ, ഞാൻ എന്റെ ഉള്ള ജോലി കളഞ്ഞ് നാട്ടിൽ വന്നതാണ്, നീ എന്നെ കൈവിടരുത്. എനിക്ക് മുമ്പ് വന്നതും കഴിഞ്ഞിട്ട് വന്നവരും എല്ലാവരും പോയി, ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആൾക്കാരെല്ലാം ഓരോന്നും ചോദിക്കാൻ തുടങ്ങി, എക്സാം കിട്ടിയില്ലേ, പോകുന്നില്ലേ, ഇതെന്നെ എങ്ങനെ നിൽക്കുന്നതെന്നുള്ള ചോദ്യമായപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാൻ കിടന്നപ്പോൾ ഞാൻ സ്വപ്നത്തിൽ എൻ്റെ അമ്മ മാതാവിനെ കണ്ടു. അത്ര മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു, എന്റെ മാതാവ് എന്റെ കൂടെ ഉണ്ട്, എന്തായാലും ഞാൻ പാസ്സാകുമെന്ന് ഉറപ്പിച്ചു. 1.5 മാസമായി, റിസൾട്ട് വരുന്നില്ല. മാതാവ് റിസൾട്ട് വരുന്നില്ലല്ലോ, എനിക്ക് പോയോ എന്നെ മാതാവ്, ഇനി ഒന്നും പറയാത്ത എന്താ എന്ന് പറഞ്ഞ് മാതാവിന്റെ ഫ്രണ്ടിൽ ഞാൻ കരഞ്ഞു. അപ്പൊ എനിക്കിങ്ങനെ ചെവിയിൽ പറയുന്ന പോലെ തോന്നി, B2 എക്സാം പാസ്, B2 എക്സാം പാസ്, B2 എക്സാം പാസ് എന്നിങ്ങനെ 3 പ്രാവശ്യമായിട്ട് ചെവി പറയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാനിങ്ങനെ ഇത് ഹസ്ബൻഡിനോട് പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു നിനക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. റിസൾട്ട് വന്നു, എനിക്ക് ഓപ്പൺ ചെയ്യാൻ പേടിയായിരുന്നു. അങ്ങനെ തുറന്നു നോക്കിയപ്പോ ഞാൻ പാസ്സായി. മാതാവിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല.